66/2026 ചോദിച്ച 10th പ്രിലിംസിൻ്റെ 67ാമത്തെ ക്വസ്റ്റ്യനാണ്. വായു മലിനീകരണം അളക്കുന്നതിനും അന്തരീക്ഷത്തിലെ സൾഫർ ഡയോക്സൈഡിൻ്റെ സാന്നിധ്യം തിരിച്ചറിയുന്നതിനും സഹായിക്കുന്ന പ്രകൃതിദത്ത സൂചകങ്ങൾ ഏതാണ്? ഓപ്ഷൻ എ ലൈക്കനുകൾ, ഓപ്ഷൻ ബി ആൽഗകൾ, ഓപ്ഷൻ സി ഫോണുകൾ, ഓപ്ഷൻ ഡി പൂപ്പലുകൾ. ഇവിടുത്തെ കറക്റ്റായിട്ടുള്ള ആൻസർ ഓപ്ഷൻ എ ലൈക്കനുകളാണ്. 68ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ പറയുന്ന പ്രസ്താവനയുടെ അതിനുള്ള കാരണവും ശ്രദ്ധാപൂർവം വായിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. പ്രസ്താവന എ. മികച്ച ഇനം വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്നതിനായി ശാസ്ത്രജ്ഞരും കർഷകരും കൃത്രിമ പരാഗണം നടത്താറുണ്ട്. അതൊരു ശരിയായ സ്റ്റേറ്റ്മെൻറ്റാണ്. അതിൻ്റെ റീസൺ, കാരണം ആൺപൂവിൻ്റെ പരാഗരേണുക്കൾ അനുയോജ്യമായ പെൺപൂവിൻ്റെ തന്തുക്കളിൽ വീഴുമ്പോഴാണ് മികച്ച ഫലങ്ങൾ ഉണ്ടാകുന്നത്. ഇവിടെ പെൺപൂക്കൾക്ക് തന്തുക്കളില്ല, അതുകൊണ്ട് ഓപ്ഷൻ സി ആണ്. എ ശരിയാണ്, ബി തെറ്റാണ് എന്നുള്ളതാണ് ഇവിടുത്തെ കറക്റ്റായിട്ടുള്ള ആൻസർ. 69ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ ശ്രദ്ധാപൂർവം വായിച്ച് ശരിയായ ഉത്തരങ്ങൾ തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ എ. കട്ടി കൂടിയ ഭിത്തിയും ഉയർന്ന മർദ്ദത്തിൽ ഹൃദയത്തിൽ നിന്ന് രക്തം വഹിക്കുന്ന രക്തക്കുഴലുകളാണ് ധമനികൾ. അത് ശരിയായ ഒരു പ്രസ്താവനയാണ്. ഓപ്ഷൻ ബി. ഒറ്റ നിര കോശങ്ങൾ മാത്രമുള്ള ഭിത്തിയുള്ളതും കുറഞ്ഞ മർദ്ദത്തിലും കുറഞ്ഞ വേഗതയിലും രക്തം ഒഴുകുന്നതും ആയ രക്തക്കുഴലുകളാണ് സിരകൾ. തെറ്റാണ്. ഓപ്ഷൻ സി. കട്ടി കുറഞ്ഞ ഭിത്തിയുള്ളതും വാൾവുകൾ കാണപ്പെടുന്നതും ഹൃദയത്തിലേക്ക് രക്തം വഹിക്കുന്നതുമായ കുഴലുകളാണ് ലോമികൾ. ഓപ്ഷൻ ഡി. അവയവങ്ങളിൽ നിന്ന് അവയവങ്ങളിലേക്ക് രക്തത്തെ വഹിക്കുന്ന രക്തക്കുഴലുകളാണ് പോർട്ടൽ സിരകൾ. ഇവിടുത്തെ കറക്റ്റായിട്ടുള്ള ആൻസർ ഓപ്ഷൻ ഡി. എയും ഡിയുമാണ് ശരിയായിട്ടുള്ള ആൻസർ. 70ാമത്തെ ക്വസ്റ്റ്യൻ. മനുഷ്യ ശരീരത്തിൽ കാൽസ്യം ആഗിരണം ചെയ്യുന്നതിന് സഹായിക്കുന്ന വിറ്റാമിൻ ഏതെന്നാണ് ചോദ്യം. ഇവിടുത്തെ കറക്റ്റായിട്ടുള്ള ആൻസർ ഓപ്ഷൻ ബി. വിറ്റാമിൻ ഡി ആണ് ഇവിടുത്തെ കറക്റ്റായിട്ടുള്ള ആൻസർ. ഇനി 71ാമത്തെ ക്വസ്റ്റ്യൻ. പവറിൻ്റെ SI യൂണിറ്റ് വാട്ടാണ്. വാഹനങ്ങളുടെയും മോട്ടോറുകളുടെയും പവർ കുതിരശക്തിയിൽ സൂചിപ്പിക്കാറുണ്ട്. എന്നാൽ ഒരു കുതിരശക്തി എത്ര വാട്ടാണ്? ഓപ്ഷൻ എ 546, ഓപ്ഷൻ ബി 746, ഓപ്ഷൻ സി 946, ഓപ്ഷൻ ഡി 476. ഇവിടുത്തെ കറക്റ്റായിട്ടുള്ള ആൻസർ ഓപ്ഷൻ ബി ആണ്. 72ാമത്തെ ക്വസ്റ്റ്യൻ. ആൽക്കലൈൻ എർത്ത് ലോഹങ്ങളിൽ അറ്റോമിക് മാസ് ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണ്? ഓപ്ഷൻ എ ബേരിയം, ഓപ്ഷൻ ബി റേഡിയം, ഓപ്ഷൻ സി ബെർലിയം, ഓപ്ഷൻ സി കാൽഷ്യം, ഓപ്ഷൻ ബി റേഡിയം ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. 73ാമത്തെ ക്വസ്റ്റ്യൻ. ഉത്കൃഷ്ടവാതകങ്ങൾ അല്ലാത്ത മൂലകങ്ങൾ ആരാണ്? ഓപ്ഷൻ സി സിലിക്കണാണ്. ക്രിപ്റ്റോണും ആർഗണും നിയോണും ഉത്കൃഷ്ടവാതകങ്ങളാണ്. 74ാമത്തെ ക്വസ്റ്റ്യൻ. കലാമിൻ ഏത് ലോഹത്തിൻ്റെ അയിരാണ്? കലാമിൻ എന്നുള്ളത് സിങ്കിൻ്റെ അയിരാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് ആവൃത്തിയിലുള്ള ശബ്ദമാണ് മനുഷ്യന് കേൾക്കാൻ സാധിക്കുന്നത്? ഓപ്ഷൻ എ 5 ഹെർട്സ്, ഓപ്ഷൻ ബി 2000 ഹെർട്സ്, ഓപ്ഷൻ സി 200 കിലോ ഹെർട്സ്, ഓപ്ഷൻ ഡി 2000 കിലോ ഹെർട്സ്. 20 ഹെർട്സ് മുതൽ 20000 ഹെർട്സിനിടയിലുള്ള ശബ്ദമാണ് മനുഷ്യന് കേൾക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് ഓപ്ഷൻ ബി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. കാർബൺ 12, കാർബൺ 13, കാർബൺ 14 എന്നീ കാർബണിൻ്റെ പ്രകൃതിദത്ത ഐസോട്ടോപ്പുകളാണ്. ഇതിൽ സ്ഥിരതയുള്ളതും ലഭ്യത കൂടുതലുമായ കാർബൺ ഐസോട്ടോപ്പ് ഏതാണ്? ഓപ്ഷൻ എ കാർബൺ 12 ആണ് ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ഐസോട്ടോപ്പ്. വസ്തുവിൻ്റെ സ്ഥാനം മൂലമോ കോൺഫിഗറേഷൻ മൂലമോ ലഭിക്കുന്ന ഊർജ്ജമാണ് ഓപ്ഷൻ എ സ്ഥിതികോർജ്ജം. 78ാമത്തെ ക്വസ്റ്റ്യൻ. ജലത്തിൻ്റെ സാന്ദ്രത ഏറ്റവും അധികം ആകുന്ന താപനില ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ഇവിടെ കറക്റ്റായിട്ട് ആൻസർ ഓപ്ഷൻ സി 4 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇവയിൽ ഏതാണ് പ്രകൃതിദത്ത പോളിമർ? ഓപ്ഷൻ എ പോളിത്തീൻ, ഓപ്ഷൻ ബി സെല്ലുലോസ്, ഓപ്ഷൻ സി നൈലോൺ, ഓപ്ഷൻ ഡി ബേക്കലേറ്റ്. ഇവിടുത്തെ കറക്റ്റായിട്ട് ആൻസർ ഓപ്ഷൻ ബി സെല്ലുലോസ് ആണ്. 80ാമത്തെ ക്വസ്റ്റ്യൻ. കരവസ്തുക്കൾ ചൂടാക്കുമ്പോൾ അവ നേരിട്ട് വാതകമായി മാറുന്ന പ്രക്രിയയാണ് എ ഉൽപ്പതനം, ബി ദ്രവീകരണം, സി ബാഷ്പീകരണം. ഇവയൊന്നുമല്ല. ഇവിടുത്തെ കറക്റ്റായിട്ടുള്ള ആൻസർ ഓപ്ഷൻ എ ഉൽപ്പതനമാണ്.